ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിച്ചതാണ് പ്രവാസികൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാര് പെട്ടെന്ന് മരണത്തിന് കീഴ്പ്പെടുന്നു എന്നുള്ളത്. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഒന്ന് മലപ്പുറം ആലത്തിയൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് നിയാസ്, അദ്ദേഹം ബഹ്റൈനിൽ ജോലി ചെയ്യാണ്. ഒരാഴ്ച മുന്നെയാണ് താമസ സ്ഥലത്ത് തളർന്നു വീണതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ കഴിയുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ആ മുഹമ്മദ് നിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കാനൊക്കെ വേണ്ടി തയ്യാറായിട്ട് വിവാഹത്തിന് വേണ്ടി നാട്ടിലേക്ക് വരാനിരുന്നൊരു യുവാവാണ്. അപ്പോഴാണ് അദ്ദേഹം അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. അതുപോലെ തന്നെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. നാട്ടിലേക്ക് വരാൻ വേണ്ടി ഫ്ലൈറ്റിൽ കയറി വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനിടയെ അസ്വസ്ഥത അനുഭവപ്പെട്ടു. വിമാനത്തിൽ വെച്ച് തന്നെ മരണപ്പെട്ട അനൂപ് എന്ന് പറയുന്ന ഒരു സഹോദരൻ. അദ്ദേഹം കുവൈത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അനൂപ് എന്ന് പറയുന്ന സഹോദരൻ 8 വർഷമായിട്ട് കുവൈത്തിൽ ജോലി ചെയ്യുകയാണ്. 6 മാസം മുന്നെയാണ് ആ സഹോദരന്റെ വിവാഹം കഴിഞ്ഞത്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് സന്തോഷങ്ങളൊക്കെ പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഈ മുഹമ്മദ് നിയാസും അതുപോലെ തന്നെ അനൂപും എല്ലാം തന്റെ കുടുംബങ്ങളിലേക്ക് യാത്ര തിരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിയാസിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന വളരെ സുന്ദരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് നിയാസ് ആഗ്രഹിച്ചിരുന്നത്. കാരണം വിവാഹത്തിന് വേണ്ടി തയ്യാറായിട്ടാണ് നിയാസ് നാട്ടിലേക്ക് വരുന്നത്. അനൂപാവട്ടെ വിവാഹം കഴിഞ്ഞ് 6 മാസം മുന്നേ വിവാഹം കഴിഞ്ഞ് പിന്നീട് തന്റെ കുടുംബത്തിനെ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലീവ് എടുത്തിട്ട് സന്തോഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് സ്നേഹമായിട്ട് സന്തോഷമായിട്ട് തന്റെ കുടുംബക്കാർക്കും തന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും അടക്കമുള്ള സമ്മാനങ്ങളും മിഠായിയൊക്കെ ആയിട്ടാണ് അദ്ദേഹം ഫ്ലൈറ്റിൽ വരുന്നത്. എല്ലാം പടച്ച റബ്ബിന്റെ വിധിയാണ്. നമ്മളിപ്പോ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രവാസികളുടെ മരണം എന്നുള്ളത് മുന്നത്തേക്കാൾ ഒരു 10 മടങ്ങ് അല്ലെങ്കിൽ 20 മടങ്ങ് കൂടുതലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ആശങ്ക ഉണർത്തുന്ന രീതിയിലാണ് മരണങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. നമ്മൾ കഴിവിന്റെ പരമാവധി എല്ലാം പടച്ച റബ്ബിന്റെ വിധിയാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വിധിയാണെന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിക്കും. പക്ഷെ കഴിവിന്റെ പരമാവധി നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അതിൽ രാത്രിയിൽ നേരത്തെ കിടന്ന് ഉറങ്ങേണ്ട കാര്യമാണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഒഴിവാക്കേണ്ട കാര്യമാണെങ്കിലും അതെല്ലാം ഈ പ്രവാസി സുഹൃത്തുക്കള് നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി മെഴുകുതിരിയായിട്ട് തീരുന്ന ഒരു അവസ്ഥയാണ്. ഞാനിപ്പോൾ ഇടക്കിടക്കൊക്കെ ദുബൈയിലാവട്ടെ, ഖത്തറിലാവട്ടെ, ഷാർജയിലാവട്ടെ അല്ലെങ്കിൽ ഏത് ഭാഗത്ത് യാത്ര ചെയ്യുന്ന സമയത്തും പലപ്പോഴും കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് പല സഹോദരങ്ങളും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ശരിക്കൊരു ഉറക്കമില്ല, ശരിക്കൊരു ഭക്ഷണമില്ല, അത്രയും സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ചിട്ടാണ് അവരുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒന്ന് ആഴത്തിൽ അവരോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയും, സാറേ നമ്മളെ കുറിച്ചൊന്നും ആർക്കൊരു ചിന്തല്ല, അവർക്ക് വേണ്ടത് നമ്മുടെ പണം മാത്രമാണ്. ഇനി നമ്മൾ നാട്ടിലേക്ക് ഒരു 2 മാസം നിൽക്കാൻ വേണ്ടി 3 വർഷത്തിന് ശേഷം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സഹോദരിമാരും അമ്മമാരല്ലെങ്കിൽ ഉമ്മമാരൊക്കെ നമ്മൾ കൊണ്ടുപോയ ആ ഒരു പെട്ടി തുറന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നത്തിൽ തല്ലുകൂടിയിട്ട് തിരിച്ചു വരുന്നത് വരെ പരസ്പരം മിണ്ടാതെ കുറ്റപ്പെടുത്തിയിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ. എത്ര പാവം സഹോദരങ്ങള് പ്രവാസികളാണ് അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നറിയോ. എല്ലാവരുടെയും മരണം സങ്കടവും ടെൻഷനും സ്ട്രെസ്സും അല്ലെങ്കിൽ പ്രഷറും കൊണ്ടല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ഈ 2 സുഹൃത്തുക്കളുടെ മരണം അത് അള്ളാഹുവിന്റെ ഒരു വിധി എന്താണെങ്കിലും അവരുടെ കുടുംബത്തിനൊക്കെ അള്ളാഹു താല ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്കൊക്കെ അള്ളാഹു താല ഉന്നതമായ സ്ഥാനം സ്വർഗത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതല്ല ഞാൻ ഈ പറയുന്നത്. പ്രത്യേകിച്ച് ഈ പ്രവാസികളുടെ മരണമൊക്കെ കൂടിയ സമയത്ത് ഒരു ചെറിയ ഒരു ശ്രദ്ധ നാട്ടിലുള്ള നമുക്കും നല്ലതാണ്. കാരണം അവിടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ വിസയുടെ കാര്യം, അർബാബിന്റെ കാര്യം, അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെടും അല്ലെങ്കിൽ അവരുടെ ജോലിയിലുള്ള ടെൻഷൻ, അങ്ങനെ ഒരുപാട് സ്ട്രെസ്സുമായിട്ടിരിക്കുന്നവരാണ്. പക്ഷെ വീട്ടിലുള്ളവർക്ക് അതൊന്നും പലപ്പോഴും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭാര്യയുടെ വക, ഉമ്മയുടെ വക, സഹോദരിയുടെ വക, പിന്നെ നാട്ടിലുള്ള കുറെ പിരിവിന്റെ ആളുകളുണ്ട്. അത് പള്ളിയുടെ കാര്യത്തിലാണെങ്കിലും മദ്രസയുടെ കാര്യത്തിലാണെങ്കിലും എന്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇതെല്ലാം ഓരോ വ്യക്തികളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ചെന്ന് ടെൻഷൻ. പലപ്പോഴും അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ട് റൂമിൽ കിടക്കാൻ പറ്റാതെ പുറത്തു പോയിട്ട് വെറുതെയെങ്കിലും രാത്രിയിൽ ഇരുന്ന് ഒരുപാട് സിഗരറ്റ് വലിച്ചു വിടുന്ന ഒരുപാട് സഹോദരന്മാരെ ഞാൻ അവിടെ നിന്ന് കാണാറുണ്ട്. അപ്പൊ അവര് പറയും, റൂമിൽ പോയ ഉറക്കം കിട്ടുന്നില്ല, ഉറങ്ങാൻ പറ്റണില്ല.
എന്തിനാണ് നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇടങ്ങറാകുന്നത്? പലപ്പോഴും ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ട് പിന്നെ വിവാഹം കഴിഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്ന പല ഭാര്യമാരും നാട്ടിൽ പല വേണ്ടാത്തരങ്ങളും ചെയ്തു വെച്ചിട്ട് അതിന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വാർത്തകൾ കേട്ടിട്ട് പാവം പ്രവാസികളായ ഭർത്താക്കന്മാർ എത്ര പേര് സങ്കടപ്പെട്ട് നടക്കുന്നുണ്ടെന്ന് അറിയോ? കാരണം ആരെന്ത് പറഞ്ഞാലും അത് അവൻ ആദ്യം ഭാര്യയ്ക്ക് വേണ്ട രീതിയിൽ സ്വാതന്ത്ര്യം കൊടുത്തിട്ടല്ല, അങ്ങനെ കുറെ വിട്ടിട്ടല്ലേ അവൻ അനുഭവിക്കേണ്ടത് തന്നെ. അതായത് ഒരു പക്ഷെ സ്നേഹം കൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വിവാഹത്തിന് ശേഷം നിർബന്ധിച്ചുകൊണ്ട് നീ ഡ്രൈവിംഗ് പഠിക്കും, നിങ്ങൾക്ക് കാർ എടുത്തു തരാം അല്ലെങ്കിൽ സ്കൂട്ടി എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായേക്കാം. ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന് ഒരു പക്ഷെ അവന്റെ ഉമ്മ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ എന്തിനായി പറയുന്നു, കൂട്ടുകാർ പോലും എതിരായേക്കാം. കാരണം മോനെ ഇന്നത്തെ കാലഘട്ടമാണ്, സൂക്ഷിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. പക്ഷെ തന്റെ ഭാര്യ ഒരു കാര്യത്തിനും ഇടങ്ങറാവരുത്. അവൾക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവൾ ടൗണിൽ പോയി സാധനങ്ങൾ മേടിക്കട്ടെ, കുടുംബത്തിനൊരു തണലാവട്ടെ. ഇനി എന്റെ ഉമ്മക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു അനിവാര്യ കാര്യം വരുമ്പോൾ കാർ എടുത്ത് ഡ്രൈവ് ചെയ്ത് അവളൊരു സഹായമാവട്ടെ എന്നെല്ലാം വിചാരിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടായിരിക്കും പലപ്പോഴും പല ഭർത്താക്കന്മാർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷെ പലപ്പോഴും അതിന്റെ ബാക്കിൽ വലിയ വിഷയങ്ങൾ അല്ലെങ്കിൽ വലിയ സങ്കട കടലുകൾ, അതല്ലെങ്കിൽ കുടുംബം തന്നെ നശിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൗൺസിലിങ്ങിന്റെ സമയത്ത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആ ഡ്രൈവിംഗ് പഠിപ്പിച്ച സമയം മുതൽ അവൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പല ആളുകളെയും പരിചയപ്പെട്ടു, അവിടെ വന്ന ആളുകളെ, അതല്ലെങ്കിൽ അവൾ ഡ്രൈവ് ചെയ്ത് പോയി പിന്നീട് അവളും കൂട്ടുകാരികളൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. നമ്മളൊന്നും ഒരു വില വെക്കാതായി. ഇപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇഷ്ടമുള്ള സമയത്ത് പോകുന്നു, തിരിച്ചു വരുന്നു. ഇപ്പോ എന്റെ വീട്ടുകാരും എന്നെ കളിയാക്കി അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ കൂട്ടുകാരും ജീവിക്കണം എന്നില്ല സാറേ, വല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്ന ഒരുപാട് യുവാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട, ആദ്യമേ എനിക്ക് പറയാനുള്ള എന്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളാണ്. എന്റെ പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളുടെ ജീവൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാതെ നിങ്ങളുടെ മനസ്സമാധാനം കളഞ്ഞുകൊണ്ട് നാട്ടിലുള്ളവർ സുഖമായി ജീവിക്കട്ടെ, അവർക്കൊരു വിഷമം ഉണ്ടാവരുത്, അവർ സങ്കടപ്പെടരുത്, അവരൊരിക്കലും പട്ടിണി കെടുക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ പോയത്തക്കാരാണ്. നിങ്ങൾ ഒരിക്കലും അത് ശരിയായിട്ട് സ്വന്തം ശരീരത്തെ സ്നേഹിക്കാതെ മറ്റാരും സ്നേഹിച്ചിട്ടും കാര്യമില്ല. നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സാറേ അത് വീട്ടില് വിഷമം ഉണ്ടാവരുത് അല്ലെങ്കിൽ മറ്റുള്ളവർ പട്ടിണി കെടുക്കരുത്, നമ്മൾ പട്ടിണി കൊടുത്താലും കുഴപ്പമില്ല, വെറുതെ ഒരു ബോധമില്ലാത്ത എന്ത് വാക്കാ അതൊക്കെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അങ്ങനെയൊന്നും ഇല്ല. സ്വന്തം ശരീരത്തെ നശിപ്പിച്ചുകൊണ്ട് ഒരാളെയും സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ ഒരു കുടുംബം നോക്കുവാനോ ഒരു മതവും അല്ലെങ്കിൽ ഒരു ജാതിയും ഒരു 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 വിഭാഗവും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് ഉറക്കമില്ലാതെ അത് ഭക്ഷണം ശരിക്കില്ലാതെ റെസ്റ്റ് ഇല്ലാതെ ഒരു വിശ്രമമില്ലാതെ ഒരു വ്യായാമമില്ലാതെ സ്വന്തം ശരീരത്തെ നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി ഇടങ്ങറാവുന്നത്? കുടുംബത്തിനെ നോക്കണ്ടെന്നല്ല, അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ആര് തന്നെയാണെങ്കിലും. അപ്പൊ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അതിനപ്പുറം നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ട ഉമ്മയാവട്ടെ, ഭാര്യയാവട്ടെ, സഹോദരിമാരാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, മക്കളാവട്ടെ, ഈ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഒരു മനസമാധാനം കിട്ടുന്ന രീതിയിൽ ഇവിടെ ജീവിക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ഒരു അവസ്ഥ അവരറിയുമ്പോൾ, അൽഹംദുലില്ലാ, അത് ഏറ്റവും വലിയ പോസിറ്റീവാണത്. അവർക്ക് ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ ആയുസ് അതല്ലെങ്കിൽ അവരുടെ ജീവന് തന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിരിക്കും ആ ഒരു രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ. ഇത് പലപ്പോഴും ഉമ്മ മരുമകളായിട്ട് പ്രശ്നം, മരുമകൾ ഉമ്മാനായിട്ട് പ്രശ്നം, അയൽവാസിനായിട്ട് പ്രശ്നം, എന്നിട്ട് ഉമ്മയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു മരുമകളെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു ഉമ്മ. ഇതെല്ലാം സഹിക്കുന്നത് ജോലി ഭാരം കൊണ്ടും മറ്റു ടെൻഷനെ കൊണ്ടും അവിടെ കഴിയുന്ന പാവം ആ പ്രവാസി സുഹൃത്തുക്കള്. പാവങ്ങളാണ് പ്രവാസി സുഹൃത്തുക്കൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാപാവങ്ങളാണ്, സാധുക്കളാണ്. നമ്മളിവിടെ വെട്ടി വിഴുങ്ങി ബാക്കിയുള്ള ഭക്ഷണം പുറത്തു കൊണ്ടുപോയിട്ട് കളയുമ്പോൾ അവർ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും ചൂടാക്കിയിട്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുബൂസ് പൊട്ടിച്ചിട്ട് ഉള്ളത് തിന്നിട്ട് അവിടെ രാത്രി ഉറങ്ങി കാലത്ത് വീണ്ടും ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്ന ഒരുപാട് പാവങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സങ്കടം തോന്നിയിട്ടുണ്ട്. ഒരുപാട് ആളുകളുമായിട്ട് പല രീതിയിൽ ബന്ധങ്ങളും പല രീതിയിൽ കൗൺസിലിംഗ് മേഖലയിലാവട്ടെ അല്ലെങ്കിൽ തെറാപ്പി മേഖലയിലാവട്ടെ അല്ലെങ്കിൽ മർമ്മ ചികിത്സയിലാവട്ടെ പല ആളുകളും ബാക്ക് പെയിൻ ഒക്കെ കൊണ്ട് എട്ടങ്ങറായിട്ട് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. ചോദിച്ചാൽ പറയും, സാറേ പകൽ ഡ്യൂട്ടി ഉണ്ട്, പിന്നെ ഓവർ ടൈം എടുക്കും, അത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് കാറ് കഴുകാൻ പോകും, അത് കഴിഞ്ഞാൽ അപ്പുറത്ത് ഗ്രോസറി അടക്കാൻ വേണ്ടി പോകും, എല്ലാം കൂടി കിട്ടുമ്പോഴേ കുടുംബം കണ്ട് നല്ലപോലെ മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെ പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് സങ്കടം തോന്നും. അതും ഒരു ചെറിയ ഫോണ് സാംസങ് ഒന്നും പറ്റൂല ഭാര്യക്ക് അല്ലെങ്കിൽ മക്കൾക്ക്, ഐഫോൺ തന്നെ വേണം. അതാണെങ്കിൽ മാറി മാറി വരുന്ന ഫോൺ തന്നെ വേണം. അത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ തെറ്റ്, പിണക്കം, കുറ്റപ്പെടുത്തൽ. പ്രിയപ്പെട്ടവരെ, അവരും മനുഷ്യരാണ് കേട്ടോ. അവരും ഒരു ജീവനുള്ള രക്തവും മജ്ജയൊക്കെ ഉള്ള മനുഷ്യരാണ് ഈ പ്രവാസികള്. നമുക്ക് വേണ്ടി മെഴുകുതിരിയാവാനുള്ളവരല്ല അവര്.
അവർക്കൊരു ജീവിതം വേണം. ഇതെല്ലാം കഴിഞ്ഞ് നാളെ കുടുംബത്തിലേക്ക് 1 മാസത്തെ 2 മാസത്തെ ലീവിന് വന്നിട്ടുണ്ടെങ്കിൽ ഈ കടന്നൽ കുത്തിയ മുഖം പോലെ വീർപ്പിച്ചിരുന്നിട്ട് അവരെ വീണ്ടും സങ്കടപ്പെടുത്തി ലീവ് വെട്ടിക്കുറച്ച് ഓടി രക്ഷപ്പെടുന്ന എത്ര സുഹൃത്തുക്കളുണ്ട്. ഇതിനേക്കാൾ നല്ലത് അവിടെ അറബിയുടെ ചീത്തയാണ്, അല്ലെങ്കിൽ അവിടുന്ന് അർബാബിന്റെ തല്ലാണ്, എന്നാലും കുഴപ്പമില്ല, അതിനേക്കാൾ ഡേഞ്ചറാണ് കുടുംബത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. പ്ലീസ്, ഒരു നിമിഷം നിങ്ങൾ വെറും അവരെ കറവ പശു പോലെ നമ്മുടെ സുഖം മാത്രം നോക്കി കറന്നെടുത്തുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കല്ല. നാട്ടിലുള്ളവരെ കുറ്റം പറയല്ല. ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും വലിയ അപകടങ്ങളിൽ നിന്ന്, ഞാനിങ്ങനെ പറയാൻ കാരണം പലപ്പോഴും വീട്ടിൽ നിന്നുള്ള ഫോണ് മൊബൈലൊക്കെ വന്ന് കോളൊക്കെ എടുത്ത് ദേഷ്യം പിടിച്ചിട്ട് വണ്ടി സൈഡാക്കി നിർത്തി ഫോൺ ചെയ്തിട്ട് പിന്നെ ഇവർ ആര് പറഞ്ഞാലും ഉമ്മയും മനസ്സിലാക്കുന്നില്ല, ഭാര്യ മനസ്സിലാക്കുന്നില്ല, ഫോണ് കാറിൽ എറിഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് പെട്ടെന്ന് കാറെടുത്ത് റോട്ടിലേക്ക് കയറിയിട്ട് അശ്രദ്ധയോട് കൂടി റോട്ടിലേക്ക് കയറിയിട്ട് അവരുടെ വാഹനം മറ്റൊരു വാഹനം വന്ന് ഇടിച്ചിട്ട് മരിച്ചവരുണ്ട്. ശരീരം മുഴുവൻ തളർന്ന് കിടക്കുന്നവരുണ്ട്. ഒരു നിമിഷം ഈ അനാവശ്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ ഇല്ല എങ്കിൽ ആ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നില്ലേ? 10 മണിക്ക് വിളിക്കാമെന്ന് പറഞ്ഞ ഭർത്താവ് 10:30 വിളിച്ച പ്രശ്നം. നിങ്ങൾ ഉമ്മാക്ക് വിളിച്ചിട്ടുണ്ടാവും, പെങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടാവും, നാട്ടുകാർക്ക് മൊത്തം വിളിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് വിളിക്കുള്ളൂ, ഭാര്യയുടെ വക, അല്ലെങ്കിൽ ഉമ്മ എന്റെ എല്ലാം കഴിഞ്ഞിട്ടല്ലേ എനിക്ക് ഇതൊക്കെ നമ്മളൊന്ന് സ്വയം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി മറ്റൊന്നും പറയാനില്ല. നിങ്ങൾ സ്വയം ഒരു തിരിച്ചറിവിലേക്ക് വരിക. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.